ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പുതിയ ബിസിനസ്സാണ് ഗൈസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ബിസിനസ്സിൻ്റെ പേരാണ് ഗൈസ് കാർ സെയിലർ സിമുലേറ്റർ ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ഒരു ഗെയിമാണ് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ കുറേ വട്ടം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം ക്രിട്ടിക്സ് മോട്ടോഴ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാൻ ഈ ഗെയിം തപ്പയാക്കാൻ സാധ്യത ഗൈസ്. ഇതിൻ്റെ പേര് മാറ്റത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേര് മാത്രമല്ല ഗൈസ്, കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ കളിച്ചു പോയതിന് ശേഷം. ഞാൻ കളിച്ചത് മറ്റേ ഇതിൻ്റെ ഒരു ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പേരാണ് ഗൈസ്. ഇപ്പോൾ ഇതിനെന്തോ വേറെന്തോ പേരൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മളോടിപ്പോൾ ബസ് സ്റ്റേഷൻ ഓഫീസിലോട്ട് വരാനാണ് ഗൈസ് പറഞ്ഞത്. എന്നിട്ട് വില്ലേജിലോട്ട് പോകണം ഗൈസ്. നമുക്ക് അവിടെ നിന്നാണല്ലോ കാർ മേടിക്കേണ്ടത്. സോ ഗൈസ് നമുക്ക് എന്തായാലും വില്ലേജിലോട്ട് ഡയറക്റ്റ് പോയേക്കാം. ബസ് വിളിച്ച് പോവാം ഗൈസ്. തിരിച്ച് പോകുമ്പോൾ കാർ ഓടിച്ച് പോവാം. അപ്പോൾ നമ്മുടെ $16 ഉണ്ട് ഗൈസ്. അപ്പോൾ ഫൈൻ്റെ കാർ ടു ബൈ ഗൈസ്. നമുക്ക് ചേച്ചിയോട് സംസാരിച്ചാം. ചേച്ചി എത്ര രൂപ പറയാണ്? 4000 ഉള്ളൂ. ഒരു 3000 ആക്ക്. 3500 ആക്കാം. 3500. അയ്യോ 30,500. ഇത് ഗൈസ് ഇത് 46,000 ഗൈസ്. മണ്ടൻ വായിക്കാനില്ല ഗൈസ്. 46,000 വണ്ടിക്ക്. നമ്മൾ വെറുതെ പോയി. ഇതിനൊരു 36 ഒക്കെ ഉണ്ടാവും ഗൈസ്. ഞാൻ കളിക്കുമ്പോൾ അത്ര ഉണ്ടായിരുന്നു. ഞാൻ കളിക്കുമ്പോൾ നമുക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാൻ, അതൊക്കെ പോയി ഗൈസ്. ഇനി നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം ഗ്രൈൻഡിങ്. ഇതെടുക്കാൻ പറ്റും ഗൈസ്. ഈ കാറാണ് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ട കാറ്. അങ്ങനെയൊന്നുമില്ല. ഇതിനേക്കാളും ഇതിന് എത്ര 18,000 എടാ 18,000 എപ്പോഴും വില കൂട്ടി ഗൈസ് ഇതിനൊക്കെ. നീ ചാപ്പട വണ്ടികൾ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അളിയ അതിനൊക്കെ വില കൂട്ടിയിടാ ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്യേ ഗൈസ്. അപ്പം ഞാനിത് നമ്മൾക്ക് ഇപ്പോൾ ഏത് കാലം മേടിക്കാം? സൂപ്പറൊക്കെ മേടിക്കാം ഗൈസ്. നമ്മൾ മെല്ലെ മെല്ലെ മേടിക്കുന്നതായിരിക്കും. ഗൈസ് നമ്മുടെ സ്കോർപ്പിയോ ഒക്കെ വന്നു. സ്കോർപ്പിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. സ്കോർപ്പിയോക്കൊക്കെ അത്ര വല്ലാതെ കിട്ടും. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ മേടിക്കാൻ പറ്റും ഗൈസ്. നമുക്ക് സ്കോർപ്പിയോ എന്തായാലും മേടിക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കോർപ്പിയോ മേടിക്കുന്നതായിരിക്കും ഗൈസ്. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പം നമുക്ക് തൽക്കാലം ഈ വണ്ടി മേടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകാം. അപ്പോൾ ഈ വണ്ടിക്ക് 7,000 രൂപയാണ് ഗൈസ് അവൻ പറയണത്. നമുക്കൊരു 5,000 രൂപയ്ക്ക് അത് ചോദിക്കാം ഗൈസ്. കസ്റ്റമർ റെഫ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് ഒരു 6,000 ചോദിച്ചു നോക്കാം. ഇല്ലെങ്കിൽ 6,500 കൊടുക്കാം. 6,500. അവൻ ഇനി ഈ പൈസ മേടിക്കേണ്ടി വരും ഗൈസ്. നമുക്ക് അത്ര ഉള്ളൂ. നമ്മളിന്ന് $2,000 ഗൈസ് ബാക്കിയുള്ളത്. ഇപ്പോൾ വണ്ടി എടുത്ത് നമുക്ക് നേരെ വിടാം വെയിറ്റ് ചെയ്യേ ഗൈസ്. ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഓഡിയോ കുറച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കത്തില്ല ഗൈസ്. ഞാൻ ഓഡിയോ കുറച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മൈക്ക് വെച്ചിട്ട് നല്ല ഗൈസ് കളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സ്വാഗതമാണ്. പക്ഷേ നമുക്ക് വണ്ടി ഓടിച്ച് കാർ വാഷിന് ഇങ്ങോട്ട് ആദ്യം പോകാം ഗൈസ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഏത് സ്ഥലമാണ്? ഇതൊക്കെ പുതിയ സ്ഥലമാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. അത് വീടാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ കാർ ഷെഡാണ് ഗൈസ്. മേടിക്കാൻ ഗൈസ് നമുക്ക് പതിയെ നമ്മളെന്തായാലും ഈ ഗെയിം ഫുള്ള് തീർക്കുന്നതായിരിക്കും. കാറിന് ഡാമേജ് അടിച്ച് കാർ ഓപ്ഷനൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഗൈസ്. നെക്സ്റ്റ് എനിക്ക് ജസ്റ്റ് അത് കളിച്ചതാണ് ഉണ്ടെങ്കിൽ. പക്ഷേ എത്ര ദിവസത്തിലാണുള്ളൂ കളിച്ചിട്ടുണ്ടെങ്കിൽ തീർക്കാം. എന്നില്ല ഒരു എപ്പിസോഡായിട്ട് കാർ വാഷ് ഓർഡർ ആയിരുന്നില്ല. ഇവിടുന്ന് മാറ്റിയാ ഇപ്പോൾ വണ്ടിക്കൊക്കെ ഒന്നുകൂടി ഇത് കൂടിയിട്ടുണ്ട്. ഒപ്റ്റിമൈസേഷൻ എല്ലാ ഗെയിമിലും വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടി എക്സിറ്റ് കാർ ആൻഡ് ഇൻട്രാക്ട് കസ്റ്റമർ. അയ്യോ വണ്ടി എക്സിറ്റ് ആക്കാൻ പറ്റിയില്ല ബ്രോ. ഇതിന് ബ്രേക്കില്ലേ? ഗൈസ് ഇതിന് ബ്രേക്കില്ല. മൈ ഗോഡ്. ഇതിന് റിവേഴ്സ് ഇല്ല. റിവേഴ്സ് ഉണ്ട് ഗൈസ്. ബ്രേക്കില്ല എന്നുള്ളൂ. 1 km/h ഗൈസ് നമ്മൾ പോകണത്. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കത് നടക്കാൻ പറ്റില്ലേ? സെൻസിറ്റിവിറ്റി വളരെ കുറവാണ് ഇതിന്. അതിന് ഇൻട്രാക്ട് ചെയ്യാം. വാഷ് കാർ. അപ്പം കാർ വാഷ് ഗൈസ്. കാർ വാഷ് ചെയ്യണ ആ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി ഗൈസ്. അത് പുതിയ അപ്ഡേറ്റ് ആണ്. പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ കളിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കയറിയിട്ടുണ്ട്. ഗൈസ് എൻ്റെ കാർ എന്താ തിളങ്ങണ കണ്ട ഗൈസ്. നിന്ന് തിളങ്ങണ കണ്ട നമ്മുടെ വണ്ടി.
അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ഞാൻ ഇത്ര സൗണ്ട് കുറച്ചിട്ടാലും നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഗ്യാസ് സ്റ്റേഷനിലല്ല, അത് റിപ്പയറിൽ പോകണം. അല്ല ഇവിടെ അല്ല ഗ്യാസ് സ്റ്റേഷൻ, അത് പെട്രോൾ അടിച്ചിട്ട് പോകാം ഗൈസ്. റിപ്പയറിൽ പോയി വണ്ടിയൊക്കെ ഒന്ന് ശരിയാക്കണം. വണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ്, വണ്ടിയിൽ ഇറങ്ങിയാൽ അറിയത്തുള്ളൂ. പെട്രോളൊക്കെ അടിക്കാനാ, പെട്രോൾ പാസ് ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ മാരുതി 800 വന്നിട്ടുണ്ട്. ഫുൾ ഡ്രൈവ് കാർ ടു സർവീസും പെയിൻറ്റും ചെയ്യാനുള്ള അടുത്തേക്ക് വിടാൻ പറ്റുന്ന കേസോട് നമുക്കതിന് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാം. സർവീസ് വെച്ച് ഫുള്ള് സർവീസ് റിപ്പയർ ചെയ്യാൻ കൊടുക്കാം. നമുക്കവിടെ വണ്ടി കത്തിച്ചാൽ പോണേ. എൻ്റെ മോനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേന്ന് മാത്രമേ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തായാലും വണ്ടി ഓടിക്ക് കയറ്റിയിട്ട് ആ വണ്ടിക്ക് ബ്രേക്കൊന്നുമില്ല, അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. ഇവൻ തന്നെയായിരുന്നു കേസ്. ഞാൻ മറ്റേ കളിക്കുമ്പോട്ടുള്ളത് ഹെഡ്സെറ്റ് വെച്ച് നോക്കുന്നതൊക്കെ നിങ്ങൾ പോയി നോക്കിയോ കേസ്. എൻ്റെ പഴയ വീഡിയോയിൽ ഇത് പെയിൻ്റല്ല കേസ്, എനിക്ക് റിപ്പയറാണ് ചെയ്യേണ്ടത്. റിപ്പയർ ചെയ്താ സസ്പെൻഷനായിട്ടൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് വണ്ടിക്ക് കുറച്ച് വെള്ളം മയം പിടിച്ചല്ല, ഓവർ റേറ്റ് കളറില്ല. പെയിൻറ്റ് ചെയ്യാൻ $2000 പോകും, പക്ഷെ പെയിൻറ്റ് ചെയ്ത കാശ് കിട്ടില്ല. അതുകൊണ്ട് വേണ്ട. വണ്ടി നമുക്കൊരു 10,000 വിൽക്കാനാണ്. 12,000 വിൽക്കാം. അപ്പോൾ വണ്ടി നമുക്ക് ഇങ്ങനെ നിർത്താം. നല്ല ആൾക്കാർ വന്നാൽ കാണുള്ളൂ. ടാബ്ലറ്റ് ഫീസ് അതിനൊരു 11,000 എന്ന് പറയുമ്പോൾ 10,000 ഇപ്പോൾ 11,000 ആയിട്ടുണ്ട്. നമ്മൾ സെയിലിട്ടിട്ടുണ്ട്. നമ്മുടെ ക്രിട്ടിക്സ് മോട്ടോഴ്സിൽ ഫസ്റ്റ് കാറാണ് ഗൈസ്. ഓഫീസ് തുറന്നിടാ, ഓഫീസ് ഓപ്പൺ ആക്കിയാലും ഗൈസ് ആൾക്കാർ വരത്തുള്ളൂ. ഈ വഴിയാണ് ഗൈസ് നമ്മൾ കടന്നു പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ ഫസ്റ്റ് ഓഫീസിൽ കസ്റ്റമർ വന്നു. ബോയ്സ് കസ്റ്റമർ യു ക്യാൻ മേക്ക് ഓഫർ. 11,000 സെല് ചെയ്തേക്കാം. 11,000 മേടിച്ച് ഗായ്സ് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് അടച്ചിട്ട് നമുക്കിനി നേരെ നമ്മുടെ എവിടേക്ക് വിടാം, ഷോറൂമിലോട്ട് വിടാം. ഷോറൂമിലോട്ടല്ല, നമ്മുടെ വില്ലേജിലോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ അപ്പോൾ നമ്മൾ BMW നമ്മൾ എടുത്തിട്ടുണ്ട്. BBM ആണ് ഗൈസ്, നമ്മളെ E36 ഗൈസ്. അതാണ് വണ്ടി, നമ്മളെ സൂപ്പർ കാറാണ് ഗൈസ്. അയ്യോ വണ്ടി ഡാമേജായി, നല്ല ചെളിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പണിക്ക് വിടാം. എനിക്ക് കാർ വാഷ് ഗൈസ്. അത്യാവശ്യം സൂപ്പർ കാറൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്കൊരു BMW ഫസ്റ്റ് തന്നെ എടുക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. നമ്മൾ മറ്റേ ബാർഗെയിൻ ചെയ്ത് $10,000 ഈ സമയം വണ്ടിക്കാരെ മേടിച്ചത്. നമുക്ക് നേരെ പെട്രോൾ പമ്പിലോട്ട് വിടാം ഗൈസ്. പെട്രോൾ പമ്പ് തൊട്ടടുത്ത് ഗൈസ്. നമുക്ക് ഈ മാപ്പ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിൻ്റെ മുന്നേ നമുക്ക് ഗൈസ് ഇപ്പോൾ നമുക്ക് പെട്രോൾ പമ്പ് എത്തി. വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് റിപ്പയർ ആക്കിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി BMW അങ്ങ് റെഡിയാക്കി ഗൈസ്. ഞാനൊരു $1,000 റിപ്പയർ ആക്കാൻ, പിന്നെ $2,000 നമ്മുടെ കിടിലൻ സിൽവർ വീലിടാണ് മേടിച്ച് ഗൈസ്. മറ്റേ വീലിടുന്ന അരി രസമില്ലാത്തതുകൊണ്ട് ഗൈസ് ഇതാണ് ഇതിൻ്റെ ലുക്ക് എന്നുള്ള രീതിക്ക് ഞാൻ ഇതങ്ങ് ഇട്ട്. അപ്പോൾ നല്ല ശബ്ദം ഗൈസ് ഉണ്ട്. അത്യാവശ്യം വണ്ടി ഓഫീസിലോട്ട് നേരെ ഫ്രണ്ടിലാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഗൈസ് നമുക്ക് പേഴ്സണൽ വണ്ടിയാക്കി എടുക്കണം ഗൈസ്. നമുക്ക് അങ്ങോട്ട് കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്.
നമുക്കെന്തെങ്കിലും അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ സ്കോർപ്പിയോ മേടിക്കാമെന്നായിരുന്നു. സ്കോർപ്പിയോക്ക് ഞാനവിടെ പോയപ്പോൾ വില കൂടുതലായിരുന്നു. 55,000 രൂപയാണ് അവർ പറഞ്ഞത്. നമുക്കതെന്തായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചെറിയ പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ BMW ഒരു 10,000 രൂപയ്ക്ക് മേടിച്ചിട്ട് നമുക്കെന്തായാലും ഇത് അങ്ങോട്ട് ഒരു $20,000 നോക്കാം. $20,000 നമുക്ക് സെയിലിനിടാം ഗൈസ്. ആര് വരുമെന്ന് നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം. ആരെങ്കിലും വരുന്നുണ്ടോ? ഇവിടെ വണ്ടിൻ്റെ ഗൈസ്. കസ്റ്റമേഴ്സൊക്കെ ഒന്ന് വരട്ടെ ഗൈസ്. അപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിൽ ഹാമർ, ബിയർ അങ്ങനെ കുറേ നമ്മളൊക്കെ എടുക്കാണ്ട് നമുക്ക് ഹാമർ കൊണ്ട് പരിപാടി നോക്കാം. പിന്നെ സ്കിൽസ് ഉണ്ട് ഗൈസ്. ആ സ്കിൽസിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റണമെങ്കിൽ 400 XP ആണ് ഗൈസ്. നമ്മളിപ്പോൾ 25 XP ഉള്ളൂ. ഗാരേജ് 1 ആണല്ലോ. അങ്ങനെ 600 XP മാറ്റി ഗൈസ്. അപ്പോൾ നമുക്ക് XP അങ്ങനെ ഉണ്ടാക്കേണ്ട. XP അങ്ങനെ ഉണ്ടാക്കാൻ നമുക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ പോയിട്ട് സാധനങ്ങൾ പറക്കി വെക്കാം. പിന്നെ പറക്കി വെക്കുക ഗൈസ്. ഏത് പൊളി ഒരേ പൊളി സെറ്റ്. ഹാമർ എടുക്കുക, വണ്ടി അടിച്ചങ്ങ് പൊളിക്കുക. കളക്ട് ചെയ്യുക. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് അടിച്ചങ്ങ് പൊളിക്കുക. വണ്ടി ഒരു അടിയില്ലേ നല്ല പൈസ കിട്ടപ്പെടുന്നത്. എൻ്റെ സീൻ എയർ ഫിൽട്ടർ ഇട്ടിട്ടുണ്ട്. നല്ല അടിയാണ് ഗൈസ് അടിക്കണത്. ചുറ്റിക്ക് വെച്ചിട്ടല്ലോ, വെറുതെ അല്ല അടിക്കണം ഗൈസ്. എൻ്റെ മോനെ 2 സാധനമാണ് നിലത്ത് വീണിട്ടുണ്ട് ഗൈസ്. 3ാമത്തെ സാധനം വീണ്. 2 സ്റ്റിയറിംഗ് വീല, ഒരു വണ്ടി. ഇതാ എൻ്റെ മച്ചു. ഒരു ടർബോ കിട്ടി ഗൈസ്. ഇതെന്താ അടിച്ച് തീർത്തിട്ട് വരാം ഗൈസ്. ഗൈസ് ഇപ്പം നമുക്ക് എത്ര 25 ആയിട്ടുള്ളൂ ഗൈസ്. വലിയ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ $19,000 നമ്മുടെ ഇത് വിറ്റിട്ടുണ്ട് ഗൈസ്. നമ്മുടെ BMW വിറ്റിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് കാർ മാർക്കറ്റ് അങ്ങനെ വല്ലതും ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാർ മാർക്കറ്റ് ഓപ്പൺ ആണോ? ഓപ്പൺ ആവാൻ സാധ്യതയില്ല ഗൈസ്. ഓപ്പൺ ആണെങ്കിൽ ഇവിടെ കാണിക്കേണ്ടതാണ്. അല്ല പുതിയ ഗൈസ് ഓപ്പൺ ആണ് ഗൈസ്. പുതിയ അപ്ഡേറ്റിൽ മറ്റേ പഴയ അപ്ഡേറ്റിലൊക്കെ ഇവിടെ അങ്ങനെ കാണിക്കും ഗൈസ്. ടുഡേയ്സ് കാർ മാർക്കറ്റ് ഓപ്പൺ പഴയ ഗെയിമിലാണെങ്കിൽ ഇവിടെ അത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഗൈസ്. അപ്പോൾ നമുക്ക് ഏത് വണ്ടി എടുക്കാം? നമ്മളതിൽ പൈസ ഉള്ളത് ഏത് വണ്ടി? $22,000 ഉണ്ട് ഗൈസ്. ഈ BMW എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. 1 ലക്ഷം. ഗായ്സ് ഉറങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഉറങ്ങാൻ പറഞ്ഞു. ഒരു കിടിലൻ വണ്ടി കിട്ടിയ ഗൈസ്. ഇപ്പം ഈ കാർ മാർക്കറ്റ് ഓപ്പൺ ആവില്ല ഗൈസ്. എന്തൊരിട്ടത്, എന്തൊരിതത് ഗൈസ്. നല്ല ഇട്ടാണല്ലോ. ബസ് സ്റ്റോപ്പ് എവിടെ ഗൈസ്? ബസ് സ്റ്റോപ്പ് എവിടെ? ഒന്നും കാണാനില്ലല്ലോ. ബസ് സ്റ്റോപ്പ് ഇവിടെ ആയിട്ടല്ലേ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതെ ഇവിടെ ഓഫീസ് പോവാം. ഇപ്പോൾ സമയം 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി സ്ലീപ്പ് നോക്കാം ഗൈസ്. രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയോ കാർമാർക്കറ്റിൽ പോയേക്കാം. ഓപ്പൺ ആയോ ഇല്ലയെന്ന് അറിയത്തില്ല ഗൈസ്. അന്ന് ഓപ്പൺ അല്ല ഗൈസ്. വണ്ടികളൊന്നും വന്നിട്ടില്ല ഗൈസ്. നമുക്ക് നേരെ ഇവിടെ വില്ലേജിലോട്ട് പോവാം ഗൈസ്. ഓപ്ഷൻ ഇന്നുണ്ടോ? ഇവിടെ സൈഡിൽ ഓപ്ഷൻ കാണിച്ചോ ഗൈസ്? ട്യൂസ്ഡേ എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓപ്ഷൻ ഒന്നും കാണിച്ചിട്ടില്ല. അതായത് നമുക്ക് ഈ സ്കോർപ്പിയോക്ക് എത്രയാണ് ചോദിച്ചു നോക്കാം. 22,000 ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. 12,000 ഉള്ളോ? നമ്മൾ ഓരോ സമയത്ത് പറയുമ്പോൾ ഓരോ വണ്ടിക്ക് ഓരോന്നാണ് കേട്ടോ. $11,000 ഉറപ്പിക്കാവോ? 11,500 517 ഉറുപ്പ്യ. അല്ല 2,517 ഉറുപ്പ്യ ഉറപ്പിക്കാവോ? 12,517 ഉറുപ്പ്യനെ നമ്മൾ വിറ്റത്. ഇവിടെ മണ്ട, ഒരു മണ്ടൻ തന്നെ കേട്ടോ.
നമുക്കപ്പോൾ വണ്ടി ഓടിച്ചു പോവാം. അതല്ലേ നല്ലത്, അതല്ലേ ഇത് ശരി അല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ സ്കോർപിയോ നമുക്ക് 25,000 എൻ്റെ മോനെ വണ്ടി കിട്ടില്ല. കാശ് കാണിച്ചു അത് ഇന്ന് ഓപ്ഷൻ ഉണ്ടറാ. ഓപ്ഷൻ ഉണ്ടറാ, ഓപ്ഷൻ ഫസ്റ്റ് സൈഡിൽ പോയി ഇരിക്കാം. ഓപ്ഷൻ സ്റ്റാർട്ട്സിൻ നമ്മളിൽ കാശൊന്നുമില്ല, എന്നാലും വെറുതെ വന്നിരിക്കാം. $9,000 വല്ല വണ്ടിയും കിട്ടിയല്ല. ആഹാ പ്രൈസ് എത്ര? ആഹാ ഫസ്റ്റ് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിട്ടേക്കാം. ടിക്കറ്റൊക്കെ എടുത്തു. ശരി, ഓക്കെ ബൈ. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും ഓപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കത്തില്ല. $30,000 നമുക്ക് $1 ലക്ഷം കാക്കണം. $1 ലക്ഷം കാച്ചണം. $1 ലക്ഷം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ചിലപ്പോൾ ഞാൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യും ഗൈസ്. കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടാവും കാണുക. അത് നിങ്ങൾക്ക് വിഷയമല്ലല്ലോ. കാരണം ഞാൻ ഇതിലെ വീഡിയോയിൽ മാത്രം ഇന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒരിക്കലും നമുക്ക് വണ്ണാക്കി എത്താൻ പറ്റില്ല. അത് ഇച്ചിരി ഇഷ്യൂ ആണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഞാൻ ഗെയിം വീഡിയോ ഓഫാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് കുറച്ച് 40,000 50,000 അറേഞ്ച് ആക്കിയിട്ട് അടുത്ത വീഡിയോ എടുക്കുന്നുള്ളൂ എന്നാണ് ഗൈസ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെ സ്കോർപിയോക്ക് അത്യാവശ്യം പവറൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ഡ്രിഫ്റ്റ് വണ്ടിയാണ്. ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഓൾറെഡി ഇത് കയറ്റിയൊരു വണ്ടിയാണ് ഗൈസ്. അപ്പുറത്തോട്ട് നമുക്കൊരു ഗ്യാരേജൊക്കെ ഉണ്ട്. അത് മേടിക്കാൻ 600 XP ആവണം ഗൈസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ വണ്ടികൾ വിൽക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് ഗൈസ്. XP ഒക്കെ ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ ഗൈസ് നമുക്ക് വണ്ടി റിപ്പയറാക്കി ഈ വണ്ടി കൂടി സെല്ലാക്കണ്ട. ഈ വണ്ടി സെല്ലാക്കുന്ന സമയത്ത് നമുക്ക് നിർത്താം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലെന്തെങ്കിലും കൂട്ടാനോ വർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നല്ല വീലെടുത്ത് തന്നെ ഇടാം. ഓർക്ക് പറ്റിയ വീലുണ്ടോ? നമുക്ക് ഈ വീലിട്ട് എടുത്താലോ? ഈ വീലിട്ട് എടുത്ത് നമ്മളെ സ്കോർപിയോക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പവർഫുൾ റേസിംഗ് ലുക്കുള്ള വണ്ടി വരാണെങ്കിൽ നമ്മൾ വീലിട്ട് എടുത്തേക്കണേ. എന്തായാലും കുറച്ചധികം പൈസക്ക് വിൽക്കാമല്ലോ. അതൊക്കെ ആരോ പ്രശ്നമില്ല. അതിന് വില കുറയുകയാണെങ്കിൽ ഞാനങ്ങ് സഹിച്ച് ഗൈസ്. ഗൈസ് എടാ വണ്ടി ഇടിക്കലാ മണ്ട കൊണ്ടുപോയിട്ട് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. See you all.